ഇങ്ങനെ കുരച്ച് ചാടി നിൽക്കുന്നുണ്ടെങ്കിലും ആള് കലിപ്പനൊന്നും അല്ല കേട്ടോ. അവര് വീട്ടുകാർ പറഞ്ഞത് ഇവന് സ്നേഹത്തിന്റെ ഉറവിടമാണെന്നാണ്. അത്രയും സ്നേഹമാണെന്നാണ് കേട്ടോ പറയുന്നത്. എന്തായാലും നമ്മൾ ഇവനെ ഗ്രൂം ചെയ്യാൻ ചെന്നിരിക്കുന്നത് കോതമംഗലത്താണ്. ആള് നല്ല രീതിയിൽ തന്നെ ഗ്രൂമിങ്ങിനൊക്കെ നമ്മൾ സഹകരിച്ചു കേട്ടോ. ആളുടെ മേത്ത് നല്ല രീതിയിൽ തന്നെ ജടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചില പോർഷനിലൊക്കെ സ്കിന്നോട് ചേർന്ന് പിടിച്ചൊരു അവസ്ഥയ്ക്കായിരുന്നു കേട്ടോ. ആ ഭാഗങ്ങളൊക്കെ നമ്മൾ ഡ്രിമ്മർ ഉപയോഗിച്ച് ചേർത്തെടുത്ത് കളയും. ബാക്കി ഭാഗങ്ങളൊക്കെ നമ്മൾ ഡീഷെഡ് ചെയ്തും ഡ്രിം ചെയ്തൊക്കെ ഷോർട്ട് ചെയ്ത് നിർത്തുവാണ് ചെയ്തത്. ആൾ നല്ല രീതിയിൽ തന്നെ സഹകരിച്ചു. പ്രത്യേകിച്ച് ഒരു വിഷയം കാട്ടില്ല. തോപ്പിലെ സ്പെഷ്യൽ ബാത്തൊക്കെ കൊണ്ട് മസാജിലൊക്കെ ആൾ നല്ല രീതിയിൽ തന്നെ അടങ്ങി ഒതുങ്ങി നിന്ന് തന്നെ ആസ്വദിച്ചിട്ടോ ഗ്രൂം. ഇവന്റെ ഓണർ നമ്മൾ വിളിച്ചു പറഞ്ഞിരുന്നു കേട്ടോ. ഇവന്റെ വീടിന്റെ ബാക്കിൽ ഒരു ചെറിയ തോടുണ്ട്. ആ തോട്ടിൽ പോയി ഫുൾ ടൈം നനയിലാണ് ഇവന്റെ പരിപാടി. അതുകൊണ്ടാണ് ഇങ്ങനെ ജട പിടിച്ചതെന്നാണ് കേട്ടോ പറഞ്ഞത്. അതുകൂടാണ്ട് ഇവന്റെ വീട്ടിൽ 2 ഡോഗ് വേറെയും ഉണ്ടായിരുന്നു. അവര് ഒരു വൈറസ് എന്തോ വന്ന് പെട്ടെന്ന് മരിച്ചു പോവുകയുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇവർ ഭയങ്കര സങ്കടത്തിലായിരുന്നു. അതുകൊണ്ട് ഇവനെ നല്ല രീതിയിൽ തന്നെ ടേക്ക് കെയർ ചെയ്ത് എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇവരെ വിളിച്ചത് കേട്ടോ. എന്തായാലും നല്ല രീതിയിൽ തന്നെ നമ്മളിതൊക്കെ ഫിനിഷ് ചെയ്ത് കൊടുത്തു കേട്ടോ. ട്രിമ്മൊക്കെ ചെയ്ത് ഓക്കെ ആക്കി. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഡോഗ്സിനും ഗ്രൂം ചെയ്യാൻ നമ്മൾ വിളിച്ചാൽ മതി കേട്ടോ. വീട്ടിലൊന്ന് നമ്മൾ ഗ്രൂം ചെയ്ത് തരുന്നതായിരിക്കും. അതുപോലെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്ത് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കും കേട്ടോ. പിന്നെ ഇവന് കൂട്ടി കയറുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് നമ്മൾ പൊക്കിയെടുത്ത് കയറ്റുകൊണ്ട് ചെയ്ത് കേട്ടോ. പിന്നെ അതുകൂടാണ്ട് ഇവൻ്റെ കൂട്ടിൽ ഇവനൊരു കസേരയൊക്കെ ഉണ്ട് കേട്ടോ. അതിനകത്താണ് ഫുൾ ടൈം ഇരിപ്പ്. അപ്പോൾ സന്തോഷമുള്ള ഗ്രൂമിംഗ് ആയിരുന്നു. ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.